ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ കുട്ടികളും സന്തോഷത്തോടും താല്പര്യത്തോടും കൂടിയാണല്ലോ സൺഡേ സ്കൂൾ അറ്റൻഡ് ചെയ്യാൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഭാവിയിൽ നടക്കുവാൻ പോകുന്ന ദൈവപ്രവർത്തികളെ കുറിച്ച് കേൾക്കുന്നത് താല്പര്യമാണോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടു രഹസ്യവരവ്, മണിയറവാസം, മഹത്വപ്രത്യക്ഷത, സഹസ്രാബ്ദ വാഴ്ച, അല്ലേ? ഈ വിഷയങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ വിശദമായിട്ട് തന്നെ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം നമ്മൾ പഠിച്ചുവല്ലോ. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാനൊക്കെ താല്പര്യമുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു ഇതിൻ്റെ റെഫറൻസ് വാക്യങ്ങളെല്ലാം നിങ്ങളെടുത്ത് വായിക്കണം. നിങ്ങളത് ചെയ്യാറുണ്ടോ? നിങ്ങൾ ഇതെല്ലാം സമയം കിട്ടുമ്പോൾ നിങ്ങൾ പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിന് ഓരോന്നിനും റെഫറൻസ് ആ വാക്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതെല്ലാം എടുത്ത് വായിക്കണം, വിശദമായി വായിച്ച് ഇതിനെക്കുറിച്ച് പഠിക്കണം. അതുപോലെ ഈ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാരോട് സമയം കിട്ടുമ്പോൾ ഭാവിയിൽ ഇനി ഫ്യൂച്ചറിൽ ഇങ്ങനെയൊക്കെ നടക്കും, യുദ്ധങ്ങൾ വരും, ഇതിനെക്കുറിച്ചെല്ലാം എന്ത് ചെയ്യണം, നിങ്ങളുടെ കുട്ടികളോട് പറയണം. എന്നാൽ നമുക്ക് ഇന്ന് നമ്മൾ സൺഡേ സ്കൂൾ പുസ്തകത്തിലെ 26-ാമത്തെ അധ്യായം ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അന്ത്യ ന്യായവിധിയും നിത്യതയും. ഈ വിഷയമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അന്ത്യ ന്യായവിധിയും നിത്യതയും. ഈ അന്ത്യ ന്യായവിധി ആ വിഷയത്തെക്കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സഹസ്രാബ്ദ വാഴ്ചനെ കുറിച്ച് കണ്ടുല്ലോ. 1000 ആണ്ട് എന്ത് ചെയ്യുന്നു, കർത്താവ് ഭൂമിയിൽ വിശുദ്ധരോടൊത്ത് വസിക്കുന്നതിനെയാണ് ആ സഹസ്രാബ്ദ വാഴ്ച, 1000 ആണ്ട് വാഴ്ച എന്ന് പറയുന്നത്. ഈ 1000 ആണ്ട് വാഴ്ച അല്ലെങ്കിൽ സഹസ്രാബ്ദ വാഴ്ചയുടെ അവസാനം എന്താണ് സംഭവിക്കുന്നതെന്ന് ആദ്യം നമുക്ക് നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടു ഹെർമഗദോൻ യുദ്ധത്തിന്റെ അവസാനം കർത്താവ് ഇറങ്ങി വന്ന് സാത്താൻ അല്ലെങ്കിൽ പിശാചിനെ എന്ത് ചെയ്യുന്നു, 1000 ആണ്ടേക്ക് ബന്ധിച്ചിടുന്നതായിട്ട് നമ്മൾ കണ്ടു. ഈ 1000 ആണ്ട് അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പ് അല്പകാലത്തിന് ഈ പിശാചിനെ അഴിച്ചുവിടുന്നു, ബന്ധനത്തിൽ നിന്ന് അഴിച്ചുവിടുന്നു. ഈ സമയത്ത് ഈ പിശാച് നമുക്കറിയാം എപ്പോഴും ദൈവപ്രവൃത്തിക്ക് എതിരായി നിന്നിട്ടുള്ള വ്യക്തിയാണ് ഈ പിശാച്. മനുഷ്യനെ വശീകരിച്ച് ദൈവപ്രവൃത്തിക്ക്, അവരുടെ പ്രവൃത്തിക്ക് തടസ്സമായി നിൽക്കുന്നത് പിശാചാണ്. ഈവൻ ഈ സമയത്ത് 1000 ആണ്ട് അവൻ ബന്ധനത്തിൽ കഴിഞ്ഞതിന് ശേഷവും അവൻ ദൈവപ്രവൃത്തിക്ക് എതിരായി നിൽക്കുന്നതായിട്ട് കാണുന്നു. തൻ്റെ ഗംഭീര ജ്ഞാനം കൊണ്ട് മറ്റുള്ള ജാതികളെ വശീകരിച്ച് ദൈവപ്രവൃത്തിക്ക് എതിരായി അണിനിരത്തുന്നതായിട്ട് കാണുന്നു. വെളിപ്പാട് പുസ്തകം 20-ന്റെ 7-8 വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുക. നമ്മൾ അവൻ മറ്റുള്ള രാജ്യങ്ങളെ ദൈവപ്രവർത്തിക്ക് എതിരായി അണിനിരത്തുന്നു നമ്മളിപ്പോൾ കേട്ടുവല്ലോ. ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് ഗോഗ് മാഗോഗ് ഒരു യുദ്ധത്തെക്കുറിച്ചാണ്. കുട്ടികൾ, നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഈ പേര് നിങ്ങൾ കേൾക്കുന്നത്, അല്ലേ? ഗോഗ് മാഗോഗ്. വെളിപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായം 8-9 വാക്യങ്ങളും എഹെസ്കേലിന്റെ പുസ്തകം 38-ന്റെ 3-ാമത്തെ വാക്യത്തിലും ഈ യുദ്ധത്തെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ യുദ്ധത്തിൽ കുറേ രാജ്യങ്ങൾ നമ്മുടെ യെരുശലേമിന് എതിരായി യുദ്ധം ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ആദ്യം നമ്മൾ ഈ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് നോക്കിയാലോ. ഗോഗ് എന്ന വാക്ക് ഇരുട്ട എന്ന അർത്ഥമുള്ള ഗാഗ് എന്ന വാക്കിൽ നിന്ന് വന്നതാണ്. ഏതാണ്? ഇരുട്ട എന്ന അർത്ഥമുള്ള ഗാഗ്, അതിൽ നിന്നാണ് ഗോഗ് എന്നുള്ള വാക്ക് വന്നത്. ഇനി മാഗോഗ്, നമുക്കറിയാം യൂറോപ്പിന്റെ കാരണഭൂതനായ യാഫത്തിന്റെ മക്കളിൽ ഒരാളാണ് ഈ മാഗോഗ്. ആരാണ് യാഫത്ത്? നോഹയുടെ 3 പുത്രന്മാരിൽ ഒരാളാണ് യാഫത്തിന്റെ മക്കളിൽ ഒരാളാണ് മാഗോഗ്. ആണ് ഗോഗ് മാഗോഗ് എന്ന് പറയുന്നത്. അതൊരു ഇവിടെ ആ ഗോഗ് മാഗോഗ് എന്ന് പറയുന്ന കുറെ രാജ്യങ്ങളെ ഒന്നിച്ചു പറയുന്നതിനെയാണ് ഗോഗ് മാഗോഗ് എന്നുള്ള ആ പേരും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം ഈ ഹെർമഗദോൻ യുദ്ധത്തില് ശത്രുക്കൾ എന്ത് ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പരസ്പരം യുദ്ധം ചെയ്ത് അവർ നശിച്ചു പോകുന്നതായിട്ടാണ് കണ്ടത്, അല്ലെ? നമ്മളത് പഠിച്ചതാണ് ഹെർമഗദോൻ യുദ്ധത്തിൽ. അപ്പൊ അതിനു മുമ്പ് നമ്മൾ ഇവിടെ ഈ യെരുശലേമിന് എതിരെ യുദ്ധത്തിന് വരുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞു റഷ്യ, അല്ലെങ്കിൽ അതിന് പറയുന്ന ബൈബിളിലൊരു വാക്യം കൊടുത്തിരിക്കുന്നത് രോഷ് എന്നാണ്.
റഷ്യ, അല്ലെങ്കിൽ വേറെ രാജ്യം മേശക് എന്ന് പറഞ്ഞാൽ മോസ്കോ, തൂബൽ എന്ന് പറഞ്ഞാൽ സൈബീരിയ. അവിടെ ബൈബിളിൽ കൊടുത്തിരിക്കുന്ന പേര് ഇതൊക്കെയാണ്: രോഷ്, മേശക്, തൂബൽ. അപ്പോൾ ഏതൊക്കെ രാജ്യങ്ങളാണ്? റഷ്യ, മോസ്കോ, സൈബീരിയ. ഈ രാജ്യങ്ങളും ഇതിന്റെ കൂടെ തന്നെ ഇവരൊരു ശക്തിയാണ്. അത് നമ്മൾ ആദ്യം പറഞ്ഞു. ഈ സാത്താൻ എന്ത് ചെയ്യുന്നു? അവന്റെ ഗംഭീര ജ്ഞാനം കൊണ്ട് മറ്റുള്ള ജാതികളെ വശീകരിച്ച് എന്ത് ചെയ്യുന്നു? ദൈവപ്രവൃത്തിക്കെതിരായി അണിനിരത്തുന്നതായിട്ട് നമ്മൾ ആദ്യം പറഞ്ഞു. അപ്പൊ ഇവരെല്ലാം, ഞാൻ അതിന്റെ ഒന്നും കൂടി അത് ചാർട്ടിൽ കാണിച്ച് പറയാം. റഷ്യ, മോസ്കോ, സൈബീരിയ, പേർഷ്യൻ രാജ്യങ്ങൾ, എത്യോപ്യ, ലിബിയ ആൻഡ് ഐക്യ ജർമ്മനി. ഈ രാജ്യങ്ങളെല്ലാം കൂടിയും കൂട്ടിയാണ് അവരെ നമ്മൾ ഗോഗ് മാഗോഗ്, ആ ശത്രു രാജ്യങ്ങൾ അതെല്ലാം കൂടിയും യെരുശലേമിനെതിരായി എന്ത് ചെയ്യുന്നു? യുദ്ധം ചെയ്യുന്നു. ഈ ഇങ്ങനെ യുദ്ധം ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു, ഹർമഗദോൻ യുദ്ധത്തിൽ എങ്ങനെയാണ് സൈന്യങ്ങൾ പരസ്പരം എന്ത് ചെയ്യുന്നു? യുദ്ധം ചെയ്ത് അവരെ നശിച്ചു പോകുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്, നമ്മൾ പഠിച്ചത്. പക്ഷെ ഈ യുദ്ധത്തിൽ ഇത്രയും വലിയ യുദ്ധമാണ്. ഈ ലോകത്ത് ഇനി ഏറ്റവും അവസാനത്തെ യുദ്ധമാണിത്. അതും ഏറ്റവും വലിയ യുദ്ധവുമാണ് എന്നാണ് പറയുന്നത്. സംഭവിക്കാൻ പോകുന്ന യുദ്ധങ്ങളിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഏറ്റവും വലിയ യുദ്ധം, ലോകം കാണാൻ പോകുന്ന ഏറ്റവും വലിയ യുദ്ധം, അതുപോലെ അവസാനമായി നടക്കുന്ന യുദ്ധമാണ് ഈ ഗോഗ് മാഗോഗ് യുദ്ധം എന്ന് പറയുന്നത്. ഈ യുദ്ധത്തിൽ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി ഈ ശത്രു സൈന്യത്തെ എല്ലാം എന്ത് ചെയ്യും? ദഹിപ്പിച്ചു കളയും. വിശുദ്ധരുടെ നഗരത്തെയും വിശുദ്ധരുടെ അവർ പാർപ്പിടം അത് മാത്രം മാറ്റി നിർത്തി ബാക്കിയുള്ള എല്ലാ സൈന്യങ്ങളെയും എന്ത് ചെയ്യുന്നു? തീ ഇറങ്ങി ദഹിപ്പിച്ചു കളയും. അതാണ് ഈ ഗോഗ് മാഗോഗ് യുദ്ധം. ഇനി നമുക്ക് സാത്താന്റെ അന്ത്യം എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. ദൈവം സാത്താനെയും അവന്റെ ദൂതന്മാരെയും ന്യായം വിധിച്ച് അവന്റെ എക്കാലത്തെയും തെറ്റ് ബോധ്യപ്പെടുത്തി മൃഗവും കള്ളപ്രവാചകനെയും തള്ളിയിട്ട ഗന്ധക തീപ്പൊയ്കയിൽ ഈ സാത്താനെ തള്ളിയിടും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു, നരകം ഉദ്ഘാടനം ചെയ്തത് ആരാണ്? മൃഗം എന്ന് പറഞ്ഞെങ്കിൽ എതിർക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും ഗന്ധക തീപ്പൊയ്കയിൽ തള്ളിയിടുന്നതായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ആ തീപ്പൊയ്കയിലോട്ട് തന്നെയാണ് ഈ സാത്താനെയും എന്ത് ചെയ്യുന്നത്? തള്ളിയിടുന്നത്. അത് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ അത് കാണാം. അതോടെ ഈ സഹസ്രാബ്ദ വാഴ്ച അവസാനിക്കുന്നു. 1000 ആണ്ട് സഹസ്രാബ്ദ വാഴ്ചയുടെ അവസാനം സാത്താനെ ഗന്ധക തീപ്പൊയ്കയിൽ തള്ളിയിടും. സാത്താൻ അവിടെ കിടന്ന് രാപ്പകൽ ദണ്ഡനം അനുഭവിക്കും. അതാണ് നമ്മൾ കാണുന്നത്, അവസാനം കാണുന്നത്. ഇനി അടുത്തത് വിഷയം നമ്മൾ പഠിക്കുന്നത് അന്ത്യന്യായവിധി എന്നതിനെ കുറിച്ചാണ്. അന്ത്യന്യായവിധി അല്ലെങ്കിൽ വെള്ള സിംഹാസനം. ഈ വെള്ള സിംഹാസനത്തിൽ വെച്ചുള്ള ന്യായവിധി ആയതുകൊണ്ട് ഇതിന് അന്ത്യന്യായവിധി എന്ന് പേർ വിളിക്കുന്നു. വെള്ള സിംഹാസനത്തിലെ ഈ ന്യായവിധിയെ അന്ത്യന്യായവിധി എന്ന് പേർ വിളിക്കുന്നു. സഹസ്രാബ്ദ വാഴ്ചയിൽ അവസാനം സാത്താനെ നരകത്തിൽ തള്ളിയിട്ടു. അതാണ് ഇതിന്റെ അവസാനം കാണുന്നത്. നരകത്തിൽ തള്ളിയിടുന്നതാണ് സഹസ്രാബ്ദ വാഴ്ചയുടെ അവസാനം കാണുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഈ ന്യായവിധി സംഭവിക്കുന്നത്. അത് ഭൂമിയിലോ സ്വർഗത്തിലോ വെച്ചല്ല ഇത് നടക്കുന്നത്. ആകാശമണ്ഡലത്തിൽ വെച്ചായിരിക്കും ഈ അന്ത്യന്യായവിധി നടക്കുന്നത്. എവിടെ വെച്ചാണ് അന്ത്യന്യായവിധി നടക്കുന്നത്? ആകാശമണ്ഡലത്തിൽ വെച്ചായിരിക്കും അന്ത്യന്യായവിധി നടക്കുന്നത്. ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുകാരായ പഴയ നിയമ ഭക്തരോ പുതിയ നിയമ ഭക്തരോ അതുപോലെ മഹോദരവ സഹസ്രാബ്ദ കാലത്തെ വിശുദ്ധ ഗണമോ രക്തസാക്ഷികളോ ഈ സ്ഥലത്ത് ഈ ന്യായവിധിയിൽ ഉണ്ടായിരിക്കുകയില്ല. ആരൊക്കെ ഉണ്ടായിരിക്കുകയില്ല? ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുകാരായ പഴയ നിയമ ഭക്തന്മാരോ അവരുണ്ടാകില്ല. അതുപോലെ പുതിയ നിയമ ഭക്തന്മാർ അവരും ഈ ന്യായവിധിയിൽ ഉണ്ടാകില്ല. അതുപോലെ മഹോദരവ സഹസ്രാബ്ദ കാലത്തെ വിശുദ്ധ ഗണം അവരും ഇതിനകത്തുണ്ടാകിയില്ല. രക്തസാക്ഷികൾ അവരും ഈ ന്യായവിധിയിൽ അവർക്കല്ല ഇത്. ആർക്കാണ് ഈ ന്യായവിധി?
ഈ ന്യായവിധി നീതിമാന്മാർക്കല്ല, ദുഷ്ടന്മാർക്കാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്നാം പുനരുത്ഥാനത്തിൽ ഉയർക്കാത്ത മരിച്ചവർ, മരിച്ചവർ ഒന്നാം പുനരുത്ഥാനത്തിൽ അല്ലെങ്കിൽ കർത്താവ് യേശുക്രിസ്തുവിന്റെ വരവിൽ ഉയർത്തെഴുന്നേക്കാത്ത മരിച്ചവരുണ്ടല്ലോ, അവരെ എന്ത് ചെയ്യും? അവരെ ആബാലവൃത്തം സിംഹാസനത്തിന്റെ മുൻപിൽ വന്ന് അവരെ എന്ത് ചെയ്യും? ദൈവം ന്യായം വിധിക്കും. അതിനെയാണ് അന്ത്യ ന്യായവിധി എന്ന് പറയുന്നത്. അവിടെ പുസ്തകങ്ങൾ നമ്മൾ കണ്ടു, പല പുസ്തകങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലും കണ്ടു. പുസ്തകങ്ങൾ തുറക്കുകയും ഓരോരുത്തരുടെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടുകയും അവരെ എന്ത് ചെയ്യും? ഈ പറയുന്ന ഗന്ധക തീപ്പൊയ്കയിൽ നരകത്തിൽ ഇടുന്നു. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. നമ്മൾ ബൈബിളിൽ അത് നമ്മൾ വായിച്ചിട്ടുണ്ട്. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഈ ഗന്ധക തീപ്പൊയ്ക, ഈ ഗന്ധക തീപ്പൊയ്കയിൽ ആദ്യം കുറച്ച് പേരെ ഇട്ടിരുന്നുവല്ലോ, അതാരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ആദ്യം എതിർക്രിസ്തുവിൻ മൃഗം അല്ലെങ്കിൽ എതിർക്രിസ്തു, കൂടാതെ കള്ളപ്രവാചകൻ, ഇവരെയാണ് ഗന്ധക തീപ്പൊയ്കയിൽ ആദ്യം ഇടുന്നത്. നമ്മൾ ആദ്യം അത് കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിച്ചു. അങ്ങനെ നരകം ഉദ്ഘാടനം ചെയ്തു എന്ന് നമ്മൾ കണ്ടു. അതുപോലെ ഇന്ന് നമ്മൾ പഠിച്ചു സാത്താനെയും എന്ത് ചെയ്യും? ഈ ഗന്ധക തീപ്പൊയ്കയിൽ തള്ളിയിടും എന്ന് നമ്മൾ കണ്ടു. അവിടെ അവർ എന്ത് ചെയ്യും? നിത്യദണ്ഡനം അനുഭവിക്കും. അവിടുത്തെ തീ, ഗന്ധക തീപ്പൊയ്കയിലെ തീ എന്ത് ചെയ്യുന്നില്ല? കെടുന്നില്ല, പുഴു ചാകുന്നു ഇല്ല എന്ന് കാണുന്നു. ഇനി നമുക്ക് പഠിക്കുന്നത് ഈ ഭൂമിയെ അഗ്നി കൊണ്ട് ശുദ്ധീകരിക്കുന്നതാണ്. ഭൂമിയെ അഗ്നി കൊണ്ട് ശുദ്ധീകരിക്കുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കണ്ടു, ആകാശവും ഭൂമിയും സൃഷ്ടിക്കുന്നത് ദൈവം സൃഷ്ടിച്ചതായിട്ട് കണ്ടു. ഈ ഗോഗ് മഗോഗ് യുദ്ധത്തിന് ശേഷം ആണ് നമ്മുടെ ഭൂമിയെ അഗ്നി കൊണ്ട് ശുദ്ധീകരിക്കുന്നത്. അതുപോലെ ഈ ഭൂമിയിലെ അഗ്നി കൊണ്ട് ശുദ്ധീകരിക്കുമ്പോൾ ഈ ഭൂമിയിലെ മൂലപദാർത്ഥങ്ങൾ കത്തിയൊഴുകുകയും ഭൂമിയും അതിൻ്റെ പണികളും വെന്തു പോവുകയും ചെയ്യുന്നു എന്ന് കാണുന്നു. ഇതോടെ മനുഷ്യവാസത്തിന് ആവശ്യമായിരുന്ന വായു, വെള്ളം, അന്തരീക്ഷം, അതുപോലെ തന്നെ വൃക്ഷസസ്യാദികൾ അതെല്ലാം എത്തിക്കുന്ന അഗ്നിക്ക് ഇരയായി അതെല്ലാം വെന്തു പോകുന്നു. അതുപോലെ സമുദ്രം മാറിപ്പോകുന്നു, സമുദ്രം ഇല്ലാതെയാകുന്നു. അതുപോലെ വെള്ളത്തിന്റെ ഘടകങ്ങളായ ഓക്സിജനും ഹൈഡ്രജനും അത് തിരിഞ്ഞ് അതും കത്തി ഇല്ലാതെ ആകുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അതാണ് അഗ്നി കൊണ്ട് ഭൂമിയെ എന്ത് ചെയ്യുന്നു? ശുദ്ധീകരിക്കുന്നു. ഇനി നമ്മൾ പഠിക്കുന്നത് അതുപോലെ തന്നെ ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും അവിടെ എന്ത് ചെയ്യുന്നു? ഇല്ലാതെയാകുന്നു. പുതിയ ആകാശവും പുതിയ ഭൂമിയും, അതാണ് പുതുവാന ഭൂമി. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കുവാൻ പോകുന്നത്. ഈ നിത്യതയുടെ തുടക്കം ഇവിടം തൊട്ടാണ്. പുതിയ ആകാശവും പുതിയ ഭൂമിയും അവിടം തൊട്ടാണ് നിത്യത ആരംഭിക്കുന്നത്. നിത്യത എന്ത് എന്ന് നമുക്ക് ഇതിന്റെ ചാപ്റ്ററിന്റെ അവസാന ഭാഗങ്ങളിൽ നമ്മൾ നിത്യത എന്താണെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ 7 പുതിയ കാര്യങ്ങളാണ് ഉത്ഭവിക്കുന്നത്. 7 പുതിയ കാര്യങ്ങൾ അത് ഏതാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തത് പുതിയ ആകാശവും പുതിയ ഭൂമിയും. രണ്ടാമത്തത് പുതിയ ജനത. മൂന്നാമത്തത് പുതിയ ഭരണം. നാലാമത്തത് പുതിയ നഗരം. 5 പുതിയ മന്ദിരം. 6 പുതിയ വെളിച്ചം. 7 പുതിയ നദി. ഇതാണ് 7 പുതിയ കാര്യങ്ങൾ. നമുക്കറിയാം, ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് അതിൽ ദൂതന്മാരെ അവർ എന്ത് ചെയ്തു? ആക്കി. ദൂതന്മാരുടെ പാപം നിമിത്തം ഭൂമി പാഴും ശൂന്യവുമായി തീർന്നു. അത് ഉൽപ്പത്തി പുസ്തകം നമ്മൾ പഠിക്കുന്നുണ്ട്. ഇങ്ങനെ പാഴും ശൂന്യമായ ഭൂമിയെ പുനഃസൃഷ്ടിച്ച് ആദാമിനെ അവിടെ പാർപ്പിച്ചു, ഏദൻ തോട്ടമുണ്ടാക്കി. ആ കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാവുന്നതാണ്. അങ്ങനെ ആദാവും ഹവയും പാപം ചെയ്ത് പിന്നെയും അവർ പാപം ചെയ്ത് ഇപ്പം നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമി ശാപഗ്രസ്തമായി തീർന്നു. അങ്ങനെ മനുഷ്യന്റെയും ദൂതന്മാരുടെയും ഈ പാപം നിമിത്തം അശുദ്ധമായ ഈ ഭൂമിയെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയാണ് അഗ്നി ശുദ്ധീകരണം നടത്തി ഈ ഭൂമിയെ ശുദ്ധീകരിക്കുന്നു. അങ്ങനെ ആ അഗ്നി ശുദ്ധീകരണം നടത്തിയ ആ ഭൂമിയാണ് പുതുവാന ഭൂമി, പുതിയ ആകാശവും പുതിയ ഭൂമി എന്ന് പറയുന്നത്. അതില് ആരാണ് താമസിക്കുന്നത്?
അതിൽ തേജസ്കരിക്കപ്പെട്ട വിശുദ്ധന്മാരാണ് കർത്താവിനോട് കൂടെ ഈ പുതുവാന ഭൂമിയിൽ താമസിക്കുന്നത്. ആ പുതുവാന ഭൂമിയിൽ വെള്ളമോ വായുവോ അതുപോലെ തന്നെ സൂര്യൻ, അതിൻ്റെ പ്രകാശം, ആഹാരം അതൊന്നും ആവശ്യമില്ലാതെയാണ് അവർ വസിക്കുന്നത്. ആരുടെ കൂടെ? കർത്താവിൻ്റെ കൂടെ വസിക്കുന്നത്, പുതുവാന ഭൂമിയിൽ വസിക്കുന്നത്. അതുപോലെ തന്നെ ദൂതന്മാരുടെ വീഴ്ചയ്ക്ക് മുമ്പ് എങ്ങനെയാണോ സ്വർഗവും ഭൂമിയും ബന്ധപ്പെട്ടിരുന്നത്, അതുപോലെ തന്നെയായിരിക്കും ഈ പുതുവാന ഭൂമിയും സ്വർഗവും ക്രിസ്തുവിൽ ഒന്നായിരിക്കും എന്ന് എഫേസ്യർ ലേഖനം 1:10 വാക്യത്തിൽ നമുക്ക് കാണുന്നു. അതാണ് കാലസമ്പൂർണതയിലെ വ്യവസ്ഥ എന്ന് പഠിക്കുവാൻ നമുക്ക് പറ്റുന്നത്. പുതിയ ഭൂമി സ്ഥാപിതമാകുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു. വെളിപ്പാട് പുസ്തകം 21-ാമത്തെ അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ അത് നമുക്ക് കാണാൻ കഴിയും. ഈ പുതിയ യെരുശലേമിൽ കർത്താവും അവൻ്റെ കാന്തയും എന്നേക്കും വസിക്കുവാനുള്ളതാണ്. അവരോടുകൂടെ തോഴിമാരായി മറ്റനേകരും ഉണ്ടായിരിക്കും. നമുക്കിനി പുതിയ യെരുശലേമിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ പുതിയ യെരുശലേം നഗരത്തിന് 1200 നാഴിക എന്ന് വെച്ചാൽ 1500 മൈൽ നീളവും വീതിയും ഉയരവും, അങ്ങനെ സമചതുരം ആയിരിക്കും. അതാണ് യെരുശലേം എന്ന പുതിയ യെരുശലേം. ഇനി ഇതിൻ്റെ പ്രത്യേകതകളിൽ കാന്തൻ്റെ ശോഭയായിരിക്കും ഇതിൻ്റെ വിളക്ക്. അതുപോലെ 144 മുഴം പൊക്കമുള്ള മതിൽ സൂര്യകാന്തം എന്ന രത്നമായിരിക്കും. 12 വജ്രങ്ങളാകുന്ന 12 അടിസ്ഥാനങ്ങളിലാണ് ഇത് പണിതിരിക്കുന്നത്. 12 മുത്തുകൾ കൊണ്ട് ഉണ്ടാക്കിയ 12 ഗോപുരങ്ങൾ ഇതിനുണ്ട്. സർവശക്തനായ ദൈവമായ കർത്താവും കുഞ്ഞാടും ഇതിൻ്റെ മന്ദിരം ആയിരിക്കും. ഇനി ഇതില് വിശുദ്ധന്മാർ എന്നും, ഈ നഗരത്തിലെ വിശുദ്ധന്മാർ എന്നും അവൻ്റെ മുഖം കാണും. ദൈവം അവരോടുകൂടെ വസിക്കും. ഇത് നമുക്ക് വെളിപ്പാട് പുസ്തകം 21-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ അവർ അവൻ്റെ ജനമായിരിക്കും. അതുപോലെ സിംഹാസനത്തിൽ നിന്ന് ശുഭ്രമായ ജീവജല നദി ഇപ്പോഴും പ്രവഹിച്ചുകൊണ്ടിരിക്കും. ഈ നദിക്ക്, ജീവജല നദിക്ക് ഇരുകരയും മാസം തോറും പുതിയ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ജീവവൃക്ഷങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇതാണ് നമ്മുടെ പൂർവ്വന്മാർ നോക്കി പാർത്ത, ഈ ദൈവം ശില്പിയായി നിർമ്മിച്ച നഗരം എന്ന് പറയുന്നത്. ഇതിനു വേണ്ടിയാണ് നമ്മൾ നോക്കി കാത്തിരിക്കുന്നത്. ഇനി ഈ നഗരത്തിന് പുറത്ത് ഒരു വലിയൊരു ജനസമൂഹം, ജാതികൾ ഉണ്ടായിരിക്കുന്നതായിട്ട് കാണുന്നു. അത് സഹസ്രാബ്ദ വാഴ്ചയുടെ ആ സമയത്ത് ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവരായിരിക്കും ഇത്. അവരവരുടെ മഹത്വ ശരീരത്തോടു കൂടിയാണ് ഈ പുതുവാന ഭൂമിയിൽ പാർക്കുന്നത്. ഇതാണ് യെരുശലേം എന്ന പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അതിൻ്റെ നീളം എത്രയാ, വീതി എത്രയാ, ഉയരം എത്രയാണ്, അതുതന്നെ അവിടെ വിളക്ക് എന്താണ്, മതിൽ എത്ര അടി ഉയരമുള്ളതാണ്, അതാണ് അതെല്ലാം നമ്മൾ വിശുദ്ധമായിട്ട് നമ്മൾ പഠിച്ചു. ഇനി ഈ പുസ്തകത്തിൻ്റെ അവസാന ഭാഗമായ നിത്യത എന്ന വിഷയത്തെക്കുറിച്ചാണ് നമുക്ക് നോക്കാൻ കഴിയുന്നത്. യേശുക്രിസ്തു മനുഷ്യനായി ഭൂമിയിലേക്ക് വന്ന് അന്നു മുതൽ രാജ്യം ദൈവത്തെ ഏൽപ്പിക്കുന്നത് വരെ മനുഷ്യപുത്രൻ എന്ന നിലയിലാണ് അറിയപ്പെട്ടിരുന്നത്. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ നമുക്കത് കാണുവാൻ കഴിയും. അങ്ങനെ മനുഷ്യപുത്രൻ എന്ന നിലയിൽ തന്റെ ശുശ്രൂഷ പൂർത്തീകരിച്ച് ദൈവപുത്രൻ എന്ന നിലയിലേക്ക് ഉയരുകയാണ്. അതോടുകൂടെ കാലം അല്ലെങ്കിൽ ടൈം അവിടെ അവസാനിക്കുന്നു. അവിടെ ഭാവി കാലം, നിത്യത അവിടെ ആരംഭിക്കുന്നതായിട്ട് കാണുന്നു. എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സൃഷ്ടിച്ചതിന് മുമ്പ് പൂർവ്വകാല നിത്യത, അതിന് മുമ്പ് നിത്യതയായിരുന്നു. അതുമുതൽ ഈ ഭാവി കാല നിത്യത വരെയുള്ള ഇടയിലുള്ള ആ സമയം, അതിനെയാണ് കാലം അല്ലെങ്കിൽ ടൈം എന്ന് പറയുന്നത്. ഈ നിത്യതയെ പറ്റി കൂടുതലായിട്ട് ബൈബിളിൽ പരാമർശിച്ചിട്ടില്ല. നിത്യത എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കുവാൻ പറ്റുന്നതിലും അപ്പുറമുള്ള കാര്യമാണ് നിത്യത എന്ന് പറയുന്നത്. നിത്യതയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? കർത്താവിനോട് കൂടെ
നമ്മൾ ദീർഘകാലം വസിക്കുന്നു. യേശുക്രിസ്തുവിലൂടെ നിത്യജീവൻ പ്രാപിച്ച നാം അവൻ്റെ ആ പുതിയ യെരുശലേമിൽ നിത്യമായ വാസം നമുക്ക് നിത്യമായി വസിക്കുവാൻ കഴിയുമെന്നാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ ഈ പുസ്തകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ കവർ ചെയ്തു. നമ്മൾ ആദ്യം കൺക്ലൂഡ് ചെയ്ത് ഞാൻ ഒന്നും കൂടി പറയാം. നമ്മൾ ആദ്യമായിട്ട് കണ്ടത് സഹസ്രാബ്ദ വാഴ്ചയുടെ അവസാനം എങ്ങനെയായിരിക്കും. ഒരു യുദ്ധം, ഏതാണ് ഗോഗ് മഗോഗ് യുദ്ധം, അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഏതൊക്കെ രാജ്യങ്ങളാണ് വിശുദ്ധ നഗരമായ യെരുശലേമിനെ ആക്രമിക്കുന്നത് എന്നും അവരെങ്ങനെയാണ് അവരെ നശിക്കുന്നത്, സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി അവരെ ദഹിപ്പിച്ച് കളയുന്നതായിട്ടൊക്കെ നമ്മൾ പഠിച്ചു. പിന്നെ പുതിയ ആകാശവും പുതിയ ഭൂമിയും. ഈ പഴയ ഭൂമി എന്ത് ചെയ്തു? അഗ്നിയാൽ തീയാൽ എന്ത് ചെയ്തു? അത് ശുദ്ധീകരിച്ചെടുത്തു. പുതിയ ഭൂമിയും എന്തൊക്കെയാണ് 7 പുതിയ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ പുതിയ യെരുശലേം, അതിൻ്റെ എത്ര നീളമാണ്, ഉയരം, വീതി, നീളം, അതെല്ലാം നമ്മൾ കണ്ടു. അതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്നും അതിൻ്റെ പുറത്ത് ആരൊക്കെയാണ് വസിക്കുന്നതെന്നും നമ്മൾ വിശദമായി നമ്മൾ ഈ പുസ്തകത്തിൽ നമ്മൾ കണ്ടു. എന്നാൽ നമ്മുടെ ഈ പുസ്തകത്തിലെ മനപ്പാഠവാക്യത്തിലേക്ക് നമുക്ക് പോകാം. ഈ പുസ്തകത്തിലെ മനപ്പാഠവാക്യം വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 1ഉം 2ഉം വാക്യങ്ങളാണ് ഇതിൻ്റെ മനപ്പാഠവാക്യം. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. 1-ാമത്തെ ആകാശവും 1-ാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രം ഇനി ഇല്ല. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. നിങ്ങൾ സമയം കിട്ടുമ്പോൾ 20-ാമത്തെ അധ്യായവും 21-ാമത്തെ അധ്യായവും, വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായവും 21-ാമത്തെ അധ്യായവും നിങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾ വായിക്കണം. അതുപോലെ ഈ പുസ്തകത്തിലെ റെഫറൻസ് ആയിട്ട് അനേക വാക്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ സമയം കിട്ടുമ്പോൾ വായിച്ച് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കുവാൻ നിങ്ങൾ ശ്രമിക്കണം. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ്. ഈ പുസ്തകത്തിൽ 6 ചോദ്യങ്ങളാണുള്ളത്. ഞാൻ ആ ചോദ്യങ്ങൾ പെട്ടെന്ന് തന്നെ വായിക്കാം. 1-ാമത്തെ ചോദ്യം, ഗോഗ് മഗോഗ് യുദ്ധത്തെക്കുറിച്ച് ഒരു വിവരണം എഴുതുക. 2-ാമത്തെ ക്വസ്റ്റ്യൻ, സാത്താന്റെ അന്ത്യം എങ്ങനെയാണ്? 3-ാമത്തെ ക്വസ്റ്റ്യൻ, വെള്ളസിംഹാസനത്തിലെ ന്യായവിധി അല്ലെങ്കിൽ അന്ത്യ ന്യായവിധി ആർക്കുള്ളതാണ്? എന്നാണ് ഈ ന്യായവിധി നടത്തുന്നത്? എവിടെ വെച്ചാണ്? 4-ാമത്തെ ചോദ്യം, ഭൂഗോളത്തിന്റെ അഗ്നിശോധന നടത്തുന്നത് എങ്ങനെയാണ്? അതിൻ്റെ ആവശ്യകത എന്ത്? 5-ാമത്തെ ചോദ്യം, ഭൂഗോളത്തിന്റെ ആദ്യ സ്ഥിതി എങ്ങനെ? അത് എങ്ങനെ ശാപഗ്രസ്തമായി? ഒടുവിൽ അത് പുതുവാന ഭൂമിയായത് എങ്ങനെ? 6-ാമത്തെ ചോദ്യം, പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരത്തെ പറ്റി വിവരിക്കുക. 6 ചോദ്യങ്ങളാണ് ഇതിലുള്ളത്. നിങ്ങൾ അത് നല്ല രീതിയിൽ അത് ആൻസർ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് റോമാർ ലേഖനത്തിൽ ഇപ്രകാരം ഒരു വാക്യം കാണാനുണ്ട്. നമ്മുടെ തേജസ് നമ്മൾ വെളിപ്പെടാനിരിക്കുന്ന തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണണം. അതുപോലെ എണ്ണി നമ്മൾ എന്ത് ചെയ്യണം? ഭക്തിയോടെ വിശുദ്ധിയോടെ നമുക്ക് ജീവിക്കാം. നമ്മൾ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് 1 മിനിറ്റ് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് ഇന്നും ഒരിക്കലും കൂടിയും ദൈവം നിന്റെ സന്നിധിയിൽ താവേ സൺഡേ സ്കൂളായി വരുവാനും ഞങ്ങൾക്ക് ഈ അന്ത്യന്യായ വിധിയെക്കുറിച്ചും നിത്യതയെക്കുറിച്ചും സഹസ്രാബ്ദി യുഗത്തിന്റെ അവസാനം നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഞങ്ങൾക്ക് വ്യക്തമായി ഞങ്ങൾക്ക് പഠിക്കുവാൻ നീ ഒരു അവസരം കൂടി ഞങ്ങൾക്ക് തന്നുവല്ലോ. ഞങ്ങൾ നിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് പുതിയ യെരുശലേമിൽ നിന്നോട് കൂടെ നിന്റെ കാന്തയായി നിന്റെ കൂടെ വാഴുവാൻ തക്കവണ്ണം ഞങ്ങളെ പിന്നെയും സഹായിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുട്ടികളെയും അതിനുവേണ്ടി ഒരുക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കൃപകളായും ഞങ്ങളെ നിറയ്ക്കണമേ. ദൈവവചനം പിന്നെയും വായിക്കുവാനും പിന്നെയും പഠിക്കുവാനും എല്ലാ കുട്ടികളെയും പിന്നെയും സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.